ആരോഗ്യമന്ത്രി വീണ ജോർജിനു നേരെയുണ്ടായ പ്രതിഷേധത്തിനിടെ കറുത്ത തുണികൊണ്ട് കഴുത്തിന് മുറുക്കിയെന്ന CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ വാദം ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിരോധത്തിലാകുന്നു. മന്ത്രിയുടെ തൊട്ടു പിന്നാലെ ഓടുന്ന കരിനീല വസ്ത്രധാരി പ്രതിഷേധക്കാരനല്ലെന്നും മന്ത്രിയുടെ ഗൺമാൻ MS അഭിലാഷാണെന്നും വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മന്ത്രിയെ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു FIR-ലെ ആരോപണം. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ കറുത്ത തുണികൊണ്ട് മന്ത്രിയുടെ കഴുത്തിൽ മുറുക്കിയെന്ന് MV ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മന്ത്രിയുടെ തൊട്ടു പിന്നാലെ കരിനീല സഫാരി സ്യൂട്ട് ധരിച്ച ഒരാൾ ഓടുന്നത് കാണാം. ഇത് മന്ത്രിയെ സംരക്ഷിക്കാൻ ഓടിയെത്തുന്ന ഗൺമാൻ അഭിലാഷാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇടത് സൈബർ വിങ്ങുകൾ ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധക്കാർ മന്ത്രിയെ മർദ്ദിക്കുന്നുവെന്ന് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഗൺമാൻ മന്ത്രിയെ സുരക്ഷിതയാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതിഷേധക്കാർ മന്ത്രിക്ക് അരികിലേക്ക് ഓടിയെത്തിയെങ്കിലും ദൃശ്യങ്ങളിൽ എവിടെയും മന്ത്രിയെ നേരിട്ട് മർദ്ദിക്കുന്നതോ കഴുത്തിന് പിടിക്കുന്നതോ കാണാൻ സാധിക്കുന്നില്ല. മന്ത്രിക്ക് അത്രയും അടുത്ത് KSUക്കാർ എത്തിയതില്ല. ഗൺമാൻ മന്ത്രിക്ക് പ്രതിരോധം തീർത്ത് ഒപ്പം നീങ്ങുന്നതാണ് വീഡിയോയിലുള്ളത്. മന്ത്രിയെ സംരക്ഷിക്കാൻ ഗൺമാൻ നീങ്ങുന്നതിനെയാണ് മർദ്ദനമായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നതെന്നാണ് സൂചന. മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റുവെന്നും അത് പ്രതിഷേധക്കാർ ആയുധം ഉപയോഗിച്ച് ചെയ്തതാണെന്നും വരുത്തി തീർക്കാൻ ഇടതു സൈബർ കേന്ദ്രങ്ങൾ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ കരിനീല സഫാരി സ്യൂട്ട് ധരിച്ച ഗൺമാനെ കറുത്ത വസ്ത്രധാരിയായ പ്രതിഷേധക്കാരനായി തെറ്റായി ചിത്രീകരിച്ചു എന്ന് വ്യക്തമാണ്. ഇക്കാര്യം മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതോടെ FIR പോലീസിനും സർക്കാരിനും തിരിച്ചടിയാവുകയാണ്. ഗൺമാൻ തന്നെ നൽകിയ മൊഴിയിൽ വധശ്രമത്തിന് കേസെടുത്തത് ഈ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കോടതിയിൽ എങ്ങനെ നിലനിൽക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സംഭവം നടക്കുമ്പോൾ ഗൺമാൻ തൊട്ടടുത്തുണ്ടായിട്ടും മന്ത്രിയെ സംരക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നും അതോ CPM ആരോപിക്കുന്ന രീതിയിലുള്ള മർദ്ദനം നടന്നിട്ടേയില്ലേ എന്നും വ്യക്തമാക്കാൻ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യം വ്യക്തമായില്ലെന്ന് റെയിൽവേ സുരക്ഷാ സേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് കീഴിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസ് RPF-നോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനായി നടത്തിയ പരിശോധനയിലാണ് അത്തരം ദൃശ്യങ്ങളില്ലെന്ന് വ്യക്തമായത്. സംഭവത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ റെയിൽവേ പോലീസ് ആശുപത്രിയിൽ എത്തിയെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ അതിന് കഴിഞ്ഞില്ല. മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്താണ് പോലീസ് കേസുമായി മുന്നോട്ടു പോകുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്ന ക്രമസമാധാന പ്രശ്നമായതിനാൽ റെയിൽവേ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ രാത്രിയോടെ കണ്ണൂർ റെയിൽവേ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മന്ത്രിയുടെ മൊഴി നേരിട്ടെടുക്കാൻ കഴിയാതിരുന്നതിനാലാണ് നടപടി വൈകിയതെന്ന് അധികൃതർ പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് ക്ഷതമേറ്റതായി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ. ആശുപത്രി സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ സംഘം മന്ത്രിയെ പരിശോധിച്ചിരുന്നു. കഴുത്തിനേറ്റ ക്ഷതവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ സംഘവും മന്ത്രിയെ പരിശോധിച്ചു.